അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ. ഇപ്പോൾ കേട്ടല്ലോ, ഷാബു പ്രസാദ് തുടക്കത്തിൽ ധ്യാനത്തെ ന്യായീകരിച്ച് പറഞ്ഞത് മുതൽ അതിനുവേണ്ടി അദ്ദേഹം കെ കരുണാകരൻ്റെ ഗുരുവായൂർ സന്ദർശനം വരെ ഉപയോഗിച്ചത് കൂടി ഞാൻ ഒന്നുകൂടെ ഒന്ന് എടുത്തു പറയുകയാണ്. അവിടെ നിന്നാണ് നമ്മൾ ഡോക്ടർ ശിവദാസനും എൻ ശ്രീകുമാറും പറഞ്ഞതും കൂടി കേട്ടത്. താങ്കൾ എങ്ങനെയാണ് ഈ പ്രധാനമന്ത്രിയുടെ ധ്യാനത്തെ നിരീക്ഷിക്കുന്നത്? ഇവിടെ ഇതൊരു പബ്ലിസിറ്റി സ്റ്റണ്ടാണോ എന്നുള്ളതാണ് ആദ്യം ഡോക്ടർ ലാൽ ഉയർത്തിയ ചോദ്യം. ഇത് പബ്ലിസിറ്റി സ്റ്റണ്ട് മാത്രമല്ല, ഇതിനെ പറ്റിപ്ലിക്കേഷൻ എന്ന് നമുക്ക് വേണേൽ വിളിക്കാം, അല്ലെ ഉഡായിപ്ലിക്കേഷൻ എന്ന് വേണമെങ്കിലും വിളിക്കാം. കാര്യം അതാണ് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, നിങ്ങളുടെ വിഷ്വൽസ് നോക്കൂ. ഞാനത് വളരെ കെയർഫുള്ളി നോക്കുമായിരുന്നു. നിങ്ങളുടെ വിഷ്വൽസ്, ഒരു മെഡിറ്റേറ്റിംഗ് ആൾക്ക് കിട്ടേണ്ട കമ്പോഷർ അദ്ദേഹത്തിനുണ്ടോ എന്നുള്ളത് ചോദ്യം. അത് വലിയൊരു ചോദ്യം നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. എന്നെ കേൾക്കുന്ന ഓരോരുത്തരും വിചാരിക്കും, നോക്കുക, അദ്ദേഹത്തിൻ്റെ വിഷ്വൽസ് ഇവിടെ കാണിക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ അദ്ദേഹത്തിൻ്റെ മുഖത്തോട്ട് ക്യാമറ കൊണ്ടുപോയിട്ട് പുറകോട്ട് വരുന്ന സീനുകൾ നിങ്ങൾക്ക് കാണാം. എന്നുവെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഫേസ് വളരെ ക്ലോസ്ലി നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ അർത്ഥം അവിടെ ഈ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നിടത്തെല്ലാം ക്യാമറമാന്മാർ ഇരിക്കുക എന്നാണ്. മെഡിറ്റേഷൻ എന്ന് പറയുന്ന ആസ്പെക്റ്റ് ഈ വിവേകാനന്ദപ്പാറ പോയി തന്നെ തപസ്സിരിക്കുന്നത് അദ്ദേഹം അവിടെ സമാധാനമായിട്ട് മെഡിറ്റേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ദൈവത്തെ വിളിക്കാനൊക്കെ ആയിരിക്കും. അതിന് ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഓരോ താടി രോമങ്ങൾ വരെ കാണാവുന്ന രീതിയിൽ ആണ് ഇവിടെ വീഡിയോ ഷൂട്ട് ചെയ്ത് പുറത്തു വരുന്നത്, അല്ലേ? ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ അല്ല എന്ന് പറയൂ. ഈ പറയുന്ന ഒരു മെഡിറ്റേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു സന്യാസിയുടെ മനസ്സുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹമെന്ന് ഈ രാജ്യത്തോട് വിളിച്ചു പറയാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. എൻ്റെ അറിവിൽ ഇങ്ങനെ ആരും മെഡിറ്റേറ്റ് ചെയ്യാൻ പോകത്തില്ല. അദ്ദേഹം കയ്യിൽ രുദ്രാക്ഷം പിടിച്ചിരിക്കുന്നു, അതിൻ്റെ ക്യാമറ, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പുറകെ ക്യാമറ, മുന്നിൽ ക്യാമറ, ഈ ലോകത്തുള്ളിടത്തെല്ലാം ക്യാമറ. എന്നിട്ട് ഇതിന് പേര് മെഡിറ്റേഷൻ എന്നും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് പറ്റിപ്ലിക്കേഷനാണ്, അല്ല ഉഡായിപ്ലിക്കേഷനാണെന്ന്. ആ വാക്കിൽ നിന്ന് ഒരു കാരണവശാലും പുറകോട്ട് പോകേണ്ട കാര്യമില്ല. അദ്ദേഹം നടത്തിയിരിക്കുന്നത് മൊത്തം കാര്യങ്ങൾ, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് കാലത്തും അദ്ദേഹം ഈ പറയുന്ന ഏതോ ഒരു സ്ഥലത്ത് പോയി മെഡിറ്റേറ്റ് ചെയ്യുന്നത് കണ്ടു. 2014 അദ്ദേഹത്തിന് പോകണ്ടായിരുന്നു. ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. 2014 അദ്ദേഹം ഈ പറയുന്ന പോലെ മെഡിറ്റേറ്റ് ചെയ്യുന്നതായിട്ട് പോകുന്നതിൻ്റെ ഒരു വിഷ്വൽസ് ഒന്നും നമുക്ക് കണ്ടിട്ടില്ല. അതിനു മുമ്പ് പല പ്രാവശ്യം അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായി അദ്ദേഹം അന്നും ഈ പറയുന്ന ധ്യാനത്തിലേക്ക് ആണ്ടുപോകുന്ന ഒരു ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പം യഥാർത്ഥത്തിൽ അദ്ദേഹം നേരിടുന്ന അദ്ദേഹം ഓരോ പ്രാവശ്യവും കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു മെസ്സേജുണ്ട്. 2014 അദ്ദേഹം കോൺഗ്രസ് വിരുദ്ധത രാജ്യത്ത് വളരെയധികം നിന്ന സമയത്ത് ഞാനൊരു ഡെവലപ്മെൻറ്റിൻ്റെ ആളാണ് എന്ന് പറയാൻ അദ്ദേഹം ശ്രമിച്ചു. അന്ന് ഈ അമ്പലത്തിലും പള്ളിയിലൊന്നും പോവുകയല്ല അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. 2019 ആയപ്പോഴത്തേന് പ്രശ്നം എന്താ? വികസനം 5 വർഷം കൊണ്ട് ഒന്നും നടന്നില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. പിന്നുള്ളത് വർഗീയതയാണ്. അതിൻ്റെ അടുത്ത് പുൽവാമ വരിഞ്ഞ് കിട്ടി, അത് വേറെ വിഷയം. അപ്പോൾ വർഗീയത ബംഗാൾ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യവും പോയത്. അതുപോലെ തന്നെയാണ് ഈ പ്രാവശ്യം നിൽക്കുന്നത്. ബംഗാളിൽ ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു റിഫ്റ്റിനെ ഏറ്റവും കൂടുതൽ ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം പോയത്. അവർക്ക് 18 സീറ്റ് വരെ കിട്ടുകയും ചെയ്തു. അപ്പം അവിടെ വർഗീയതയാക്കി മാറ്റുന്ന, മുസ്ലിം ഹിന്ദു പ്രശ്നമാക്കി മാറ്റുന്നതിലുള്ള BJPയുടെ റോൾ ഒട്ടും ചെറുതല്ല. ഇത് അങ്ങനെ തന്നെയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. അത് നമ്മളൊരല്പം വലിഞ്ഞു നിന്ന് പറയുന്നു. ഷാബു പ്രസാദ് പറഞ്ഞത് റീചാർജ് ചെയ്യാൻ പോയതാണ്. ഞാൻ അതിനെക്കുറിച്ച് ഒരു പരാമർശം നടത്തുന്നുണ്ട്. റീചാർജ് എന്നുള്ള പ്രയോഗം അത് എങ്ങനെ അത് നേരെയാകുമെന്ന് എനിക്കറിയത്തില്ല. കാര്യം ഇവിടെ 10 വർഷം പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് ഉണ്ട്. മൻമോഹൻ സിംഗിനെ ചിലപ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും. പണ്ഡിറ്റ് നെഹ്റു ഒരുപാട് വർഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. അതവരൊന്നും റീചാർജ് ചെയ്യാൻ പോകുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ ഈ പറയുന്ന ഈ 48 മണിക്കൂറോ അല്ലെങ്കിൽ 45 മണിക്കൂറോ ധ്യാനം ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് അതിൽ 24 മണിക്കൂർ ഷൂട്ടിംഗ് നടക്കുന്നു എന്നുള്ള കാര്യം ഒരു വലിയ പ്രശ്നമാണ്. അപ്പം ഇത് യഥാർത്ഥത്തിൽ വോട്ടിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ വോട്ടിലേക്ക് പോവുക. അദ്ദേഹത്തിന് ചെയ്യേണ്ട കാര്യം വളരെ സിമ്പിളായിട്ടുള്ള ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഹിന്ദു സൊസൈറ്റി, ഹിന്ദു കമ്മ്യൂണിറ്റി അപ്പീസ് ചെയ്യുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ്. അതിനകത്ത് ഒരു സംശയവും എനിക്കില്ല. കാരണം അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിലാണ് ഏറ്റവും കൂടുതൽ ഹിന്ദു കമ്മ്യൂണിറ്റിയെ ഹിന്ദുത്വ രാഷ്ട്രീയം വെച്ച് അപ്പീസ് ചെയ്യാൻ ശ്രമിച്ചത്. നിങ്ങൾ നോക്കൂ, അദ്ദേഹം എടുത്ത വിഷയങ്ങൾ നോക്കൂ. അദ്ദേഹം ഈ പ്രാവശ്യം എടുത്ത CAA വിഷയം എടുത്തിട്ടു. അയോധ്യയിലെ രാമക്ഷേത്രത്തിന് ബാബറിയുടെ പൂട്ടിടുമെന്ന് പറയുന്നു. എന്തിനാ ഇതൊക്കെ പറയുന്നത്? സുപ്രീം കോടതി പറഞ്ഞതിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു പള്ളി പണിഞ്ഞു, കോൺഗ്രസ് അത് പൂട്ടിക്കും അല്ലെങ്കിൽ ബുൾഡോസ് ചെയ്ത് കളയുമെന്ന് പറയേണ്ട കാര്യം എന്താ?
ഇതൊക്കെ മതവികാരം അഴിച്ചുവിടാൻ വേണ്ടിയിട്ടാണ്. ഓരോ വിഷയങ്ങൾ എടുത്തു നോക്കും. ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി പറഞ്ഞ വിഷയങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഓരോന്നെടുത്ത് ചർച്ച ചെയ്യാം. അദ്ദേഹം പറഞ്ഞത് മൊത്തം ഇതുപോലത്തെ കാര്യങ്ങളാണ്. അതുകൂടാതെ ഒരു കാര്യം കൂടെ, ഇപ്പം മഹാത്മാഗാന്ധിയെക്കുറിച്ച് പറഞ്ഞല്ലോ. മഹാത്മാഗാന്ധിയെക്കുറിച്ച് അദ്ദേഹം പണ്ടൊരിക്കൽ അദ്ദേഹത്തിൻ്റെ ടെലിപ്രോംപ്റ്റർ ഓഫായി പോയപ്പം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം മോഹൻലാൽ കരംചന്ദ് ഗാന്ധി എന്നാണ് പറഞ്ഞത്. എൻ്റെ ഓർമ്മയിൽ അദ്ദേഹം മോഹൻലാൽ കരംചന്ദ് ഗാന്ധി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ മോഹൻലാൽ കരംചന്ദ് ഗാന്ധി ആക്കിയ പ്രധാനമന്ത്രിക്ക് എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല. അദ്ദേഹം ഈ പറയുന്ന പോലെ ആറ്റം ബ്രോയുടെ സിനിമ കണ്ടപ്പോഴാണ് കാര്യം അറിഞ്ഞതെന്ന്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം എന്നത് ഗാന്ധിയുടെ ഒരു വലിയ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടായിരിക്കുന്നതാണ്. ഗാന്ധിയൻ പൊളിറ്റിക്സിനോട് നമുക്ക് പലപ്പോഴും നമ്മൾ ബലം പിടിച്ചിട്ടുണ്ട്, അല്ലെ മസിൽ പിടിച്ചിട്ടുണ്ട്. വി ഹാവ് റിസൾട്ട് വിത്ത് ഇറ്റ്. ആ ഗാന്ധിയൻ ആദർശങ്ങളോട് എതിർപ്പുള്ളപ്പോഴും ഗാന്ധി എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ ഡിസ്കാർഡ് ചെയ്തിട്ടില്ല. ആ മനുഷ്യൻ ഈ രാജ്യത്തിന് വേണ്ടി ജീവിച്ച ഒരു സന്യാസിയെ പോലെ ജീവിച്ച മനുഷ്യനാണ്, അല്ലേ? അദ്ദേഹം ഓരോ സ്ഥലങ്ങളിലേക്കും പോകുമ്പം, ഇന്ത്യക്ക് പുറത്തുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പം എന്തായിരുന്നു ആ സ്ഥലങ്ങളിൽ നടന്നിട്ടുള്ളത്, എന്തൊരു മനുഷ്യനായിരുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. വേൾഡ് ഹിസ്റ്റോറിക്കൽ ഫിഗർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ആ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ ചരിത്രം എടുത്താൽ ആ ചരിത്രം ഒരാളിൽ വന്ന് അവസാനിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ വേറൊരു ചരിത്രമായി മാറുന്നു. നമ്മൾ ഗാന്ധിയെ പറഞ്ഞതാണ്, അത്രയും നാൾ ഒരു രാജ്യത്തിൻ്റെ ചരിത്രം ഒന്നാണെങ്കിൽ ഗാന്ധിക്ക് ശേഷം മറ്റൊരു ചരിത്രമായി മാറുന്നു. അങ്ങനെയാണ് നമ്മൾ വേൾഡ് ഹിസ്റ്റോറിക്കൽ ഫിഗർ എന്നുള്ള ഒരിത് വരുന്നത്. അങ്ങനെ നിൽക്കുന്ന ഒരാളെ, അങ്ങനെ എത്രയോ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് എത്രയോ മുമ്പ് ആളായ ഒരാളെ പിന്നീട് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം കണ്ട ഒരു സിനിമയിൽ നിന്നാണെന്നൊക്കെ പറയുന്ന പ്രധാനമന്ത്രിക്ക് അത് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടില്ല. ലാൽകുമാർ ഒരുപക്ഷെ അങ്ങനെ മഹാത്മാഗാന്ധിയെ അറിയാത്ത ആളുകൾ ഉണ്ടായിരുന്നിരിക്കണം, ഉണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പാണല്ലോ. മഹാത്മാഗാന്ധിയെ റിച്ചാർഡ് ആറ്റൻബറോ അവതരിപ്പിച്ചപ്പോൾ മാത്രം ഈ ലോകത്ത് മനസ്സിലാക്കിയ ആളുകളുണ്ട്. ഒരുപക്ഷെ ഗോഡ്സെ ഈ സിനിമ 48-ന് മുമ്പ് ഇറങ്ങിയിരുന്നുവെങ്കിൽ, അദ്ദേഹം കണ്ടിരുന്നുവെങ്കിൽ ഗാന്ധിയെ അദ്ദേഹം കുറച്ചുകൂടി മനസ്സിലാക്കിയിരുന്നതിനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ മനസ്സിലാക്കാത്ത ഒരുപാട് ആളുകളുണ്ട്.